الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഏറെ അനുഗ്രഹീതമായ ഒരു സമയത്താണ് ഏറ്റവും മനോഹരമായ ഒരു പരിപാടിയുമായി നാം ഒത്തുകൂടിയിട്ടുള്ളത്. കഴിഞ്ഞുപോയ മാസങ്ങളെ അപേക്ഷിച്ച് ഒട്ടനവധി പ്രത്യേകതകൾ നൽകപ്പെട്ട ഒരു മാസത്തിലാണ് നാം ഓരോരുത്തരും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. ആ മാസത്തെ കൂടുതൽ ധന്യമാക്കിക്കൊണ്ടാണ് ISM-ന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഇന്ന് ഇവിടെ ഈ ഒരു പരിപാടിയിൽ സന്നിഹിതരാകാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. പറഞ്ഞു വെച്ചതുപോലെ തന്നെ അത്ര ശുഭകരമായ ഒരു സാഹചര്യത്തിലൂടെയല്ല ലോക മനുഷ്യർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ സമീപത്ത് നിൽക്കുന്നത് പോലെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നറിയാതെ അങ്കലാപ്പിൽ അകപ്പെട്ടു പോകുന്ന ആളുകളെ പോലെ ലോക ജനത വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നാമുമായി ആത്മബന്ധമുള്ള ഒട്ടനവധി മനുഷ്യർ സംഘർഷഭൂമിയുടെ അവിടെയും ഇവിടെയുമായി നിലകൊള്ളുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇടങ്ങളിൽ നിന്നും ഉയർന്നു വരേണ്ടതുണ്ട്. ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിധ്വംസക ശക്തികൾ അതിൻ്റെ തനത് പ്രവർത്തനങ്ങൾ ലവലേശം പോലും കുറവില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അനന്തര ഫലങ്ങളാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും നാം എത്തിപ്പെട്ടിട്ടുള്ള ഈ പരിശുദ്ധ റമദാനിനെ കൈയൊഴിഞ്ഞ് മാറി നിൽക്കുവാനോ അതിലൂടെ നാം ആർജിക്കേണ്ട, നാം നേടിയെടുക്കേണ്ട നന്മകൾ, പ്രതിഫലങ്ങൾ ഒഴിവാക്കുവാനോ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും സജീവതയോടുകൂടി നമ്മുടെ റമദാനിനെ, നമ്മുടെ നോമ്പിനെ ഏറ്റെടുക്കുവാൻ, അതിലൂടെ പുണ്യമാർജിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. ഒട്ടനവധി നന്മകളെ പറ്റി അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുവചനങ്ങളിലൂടെയും നമ്മെ ഉണർത്തുന്നുണ്ട്. ഒരുപാട് നന്മകൾ. ആ നന്മകൾക്കൊന്നും പറയപ്പെടാത്ത അതിമഹത്തായ ഒരു അനുഗ്രഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയത് അസ്സൗമു ലീ അന അജ്സി ബിഹി. ആ ഒറ്റ പ്രസ്താവന കൊണ്ട് അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുള്ള, പറയാൻ ബാക്കിയുള്ള ആ പ്രവർത്തനത്തിന്റെ നന്മയുടെ ആഴവും വ്യാപ്തിയും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആലോചനക്ക് ഒരുപാട് സമയം കിട്ടുന്ന സമയമാണ്, ഇടമാണ് റമദാൻ എന്നുള്ളത്. ആലോചനക്ക് ഏറെ പ്രോത്സാഹനം നൽകിയ മതമാണ് ഇസ്ലാം എന്നുള്ളത്. ഒരുപാട് ഇടങ്ങൾ തരിശായി കിടക്കുകയാണ് ഈ മാസത്തിൽ. രാവിലെ മുതൽ ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യുകയാണ് എങ്കിൽ ശഅബാനിലും ശവ്വാലിലും ഏറെ തിരക്ക് പിടിച്ചിരുന്ന സാഹചര്യങ്ങൾ, സമയങ്ങളെല്ലാം തന്നെ തരിശായി കിടക്കുകയാണ് ഈ മാസത്തിൽ. ആ സമയങ്ങളെ പരിശുദ്ധ ഖുർആനിന്റെ ചിന്തകളും നമ്മുടെ ജീവിത ലക്ഷ്യത്തെ പറ്റിയുള്ള ആലോചനകളും കൊണ്ട് സമ്പന്നമാക്കേണ്ടവനാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. ആ രൂപത്തിൽ ഈ വചനങ്ങളെ, ഈ ആയത്തുകളെ, ഈ ഹദീസുകളെ, ഈ പ്രസ്താവനകളെ
കൃത്യമായി പുനരാലോചനക്ക് വിധേയപ്പെടുത്താൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റമദാനിൽ സാധിക്കണം. റമദ് എന്ന പദം നമ്മൾ പല ക്ലാസ്സുകളിലും കേട്ടിട്ടുള്ള ഒരു സംഗതിയാണത്. നമ്മുടെ ജീവിതത്തെ നനച്ചുകൊണ്ട് വരണ്ടുണങ്ങിയ, അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന ഭൂമിയിലേക്ക്, ചുട്ടുപൊള്ളുന്ന മണ്ണിലേക്ക് പ്രഥമമായി പെയ്യുന്ന പൊടിനീരിനെയാണ് റമദ് എന്ന പദം കൊണ്ട് അറബി ഭാഷയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതാണ്ട് അതിനോട് സമീകരിക്കുവാൻ സാധിക്കുന്ന ഒരു പ്രവണത കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ വരൾച്ച അനുഭവിച്ചുകൊണ്ടിരുന്ന, ആത്മീയമായി ഏറെ വരൾച്ച അനുഭവിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് പുതുമഴയായി പരിശുദ്ധ റമദാനിനെ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം റമദാനിനെ സമീകരിക്കുന്ന മനോഹരമായ ഒരു സമീകരണം നമുക്ക് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വായിക്കാൻ സാധിക്കും. അധിക വായനകൾ നിങ്ങൾ ഇതിനു ശേഷം നടത്തേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ജനങ്ങളിൽ ആരാണ് ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തു, തഖ്വയുള്ളവരാണ്, മുത്തഖീങ്ങളായിട്ടുള്ള ആളുകളാണ് ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന മനുഷ്യർ. സ്വഹാബത്ത് ഏറെ വിദ്യ അഭ്യസിച്ചിരുന്ന, പ്രവാചകന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചു കൊണ്ടിരുന്ന, ഇറക്കപ്പെടുന്ന പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ കേവല വായനകൾക്കപ്പുറത്ത് ജീവിതം കൊണ്ട് വായിക്കാൻ തയ്യാറായ സ്വഹാബത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അത് ഞങ്ങൾക്കറിയാം. സൂറ ഹുജറാത്തിലെ 13-ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് അവർ തിരിച്ചു പറയുന്നുണ്ട്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അത് ഞങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഏറ്റവും അധികം സൂക്ഷ്മത പാലിക്കുന്നവനാണ് അള്ളാഹുവിങ്കൽ ആദരിക്കപ്പെടുന്നവൻ എന്നുള്ള വർത്തമാനം ഞങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ. ഞങ്ങൾക്കറിയേണ്ടത് റസൂലെ, മനുഷ്യരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യരാശിയിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്നവൻ, മാന്യനായ മനുഷ്യൻ ആരാണ് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് നബിയുന യൂസുഫ് അലൈഹിസ്സലാമാണ്. യൂസുഫ് നബിയാണ് ജനങ്ങളിലെ ഏറ്റവും ആദരണീയനായ, മാന്യനായ മനുഷ്യൻ. സൂറ യൂസുഫ് എടുത്തിട്ട് അതിന്റെ ആദ്യ ഭാഗങ്ങൾ, പ്രവാചകൻ യൂസുഫ് നബിയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഓരോ സംഭവങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ കുലീനതയെപ്പറ്റി പരിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. നമുക്കത് വായിക്കാൻ സാധിക്കണം, സൂറ യൂസുഫ് ആദ്യ ഭാഗങ്ങൾ. അപ്പൊ ജീവിതത്തിലെ അങ്ങേയറ്റം മാന്യനായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ഇനി യൂസുഫ് നബിയെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ, ആ മാന്യതയുടെ ഉടമയായിരുന്ന, അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്ന, പ്രവാചക പരമ്പരയിൽ കടന്നു വരുന്ന ഏറ്റവും മാന്യനായ പ്രവാചകനായ യൂസുഫ് നബിയെ, 12 മക്കളിൽ ഒരുവനായ യൂസുഫ് നബിയെ 11 മക്കൾ ചേർന്ന് ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുന്നു. അതാണ് യൂസുഫ് നബിയുടെ ചരിത്രം. ആ പരിശ്രമത്തെ അള്ളാഹു നിഷ്ഫലമാക്കി കളയുന്നു. എന്താണോ അവർ ആഗ്രഹിച്ചത്, എന്താണോ അവർ അവരുടെ ജീവിതത്തിൽ ഭയപ്പെട്ടത്, അതിനെ അള്ളാഹു മനോഹരമായി തിരികെ ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. യൂസുഫ് നബി അധികാരത്തിലേക്ക് എത്തുന്നു. ഈ സാഹചര്യങ്ങളിലെല്ലാം യൂസുഫ് നബി സ്വീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ മാന്യമായ, കുലീനമായ സമീപനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് അദ്ദേഹമാണ് ജനങ്ങളിലെ ഏറ്റവും മാന്യൻ എന്നുള്ള കാര്യം. നമ്മുടെ പോയിന്റ് അവിടെയല്ല. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി റമദാനിനെ സമീകരിച്ചത് യൂസുഫ് നബിയോടാണ്. റമദാൻ യൂസുഫ് നബിയെ പോലെയാണ്, അല്ലെങ്കിൽ യൂസുഫ് നബി റമദാനിനെ പോലെയാണ്. എന്താണ്? 12 മക്കളിൽ ഒരുവനായ യൂസുഫിനെ 11 മക്കൾ ചേർന്ന് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതുപോലെ മനുഷ്യരെ, വിശ്വാസികളെ, 12 മാസങ്ങളിലെ ഒരുവനായ റമദാനിനെ നിങ്ങളുടെ 11 മാസങ്ങൾ കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവരുത്, അതിന് നിങ്ങൾ മുതിരരുത്. ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് ചിന്തകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഭാഗം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ റമദാനിന് മുൻപുള്ള കാലം, റമദാനിന് ശേഷമുള്ള കാലം, റമദാനിനെ കൂടുതൽ നിലനിർത്തുന്ന ആ ചൈതന്യത്തെ അർത്ഥവത്താക്കുന്ന രൂപത്തിൽ വേണം നാം ഓരോരുത്തരും ക്രമീകരിക്കാനെന്ന് സാരം. ഇനി റമദാനിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് എങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് റമദാനിനെ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ നാം തിരിച്ചറിയുന്ന വലിയൊരു സത്യം എന്നുള്ളത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല റമദാൻ. ഒരുപാട് കാര്യങ്ങൾ അനുസ്യൂതം ജീവിതത്തിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല റമദാൻ. മറിച്ച്
ജീവിതത്തിൽ ഒരിക്കലും പിന്നോട്ട് പോവുകയില്ല എന്ന് നാം തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം അനുസ്യൂതം തുടർന്നുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഇല്ലായ്മയാണ് സാക്ഷാൽ റമദാൻ എന്ന് പറയുന്നത്. അത് സൂക്ഷ്മമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ചായ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. അതിലൊരാളാണ് ഞാൻ. ചായ എന്നുള്ള സംഗതി കൃത്യമായ ഇടവേളകളിൽ ശരീരത്തിലേക്ക് അത് കുടിച്ചില്ല എങ്കിൽ വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത്തരത്തിലുള്ള കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ ഒരു കാലത്തും മാറ്റിവെക്കാൻ കഴിയുകയില്ല എന്ന് നാം തീരുമാനിച്ചിരുന്ന പല തീരുമാനങ്ങളെയും പല സ്വഭാവങ്ങളെയും മാറ്റിവെക്കുന്ന, അതിനെ ഇല്ലാതെയാക്കുന്ന, അതിനെ ഒഴിവാക്കുന്ന കുറച്ച് ദിനരാത്രങ്ങളെയാണ് സൂക്ഷ്മമായ വിശകലനത്തിൽ നാം റമദാൻ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ റമദാനിനെ ഏറ്റവും സജീവമായി നിലനിർത്താൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. അവിടെ ആദ്യ 10 പിന്നിട്ട് നിൽക്കുന്ന, ഇനി ഏതാണ്ട് 2/3 പിന്നിടാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ, ഒരു സാഹചര്യത്തിലാണ് ഈ സദസ്സ് ഇവിടെ ഇങ്ങനെ ഒരുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ കഴിഞ്ഞു പോയതിനേക്കാൾ വരാനുള്ള ദിനങ്ങളായതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയതിൽ സംഭവിച്ചിട്ടുള്ള സ്ഖലിതങ്ങളെ, അതിലെ പോരായ്മകളെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന ഭൂരിഭാഗം ദിനങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുകയാണ് എങ്കിൽ ഈ സദസ്സ് അല്ലെങ്കിൽ ഈ ഒരു പരിപാടി ഏറ്റവും ധന്യമായി തീർന്നു. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിന്റെ ഇടങ്ങളിൽ നടത്തുന്ന ചില തിരിഞ്ഞുനോട്ടങ്ങൾ, ഏറ്റവും അർഹമായ ചില തിരിഞ്ഞുനോട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്താറുണ്ട്. കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ, ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൃത്യമായി നടപ്പിലാക്കി കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങൾ, അതിന്റെ ഏജൻസികൾ കൃത്യമായി കുടുംബ ബന്ധങ്ങൾ പരിഗണിക്കുകയും അതിന് വില കൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളെല്ലാം ഒരു ബ്രേക്ക് എടുത്ത് നിന്നുകൊണ്ട് തിരിഞ്ഞൊന്ന് ഒരു നോട്ടം അവരുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഓടിത്തീർന്നിട്ടുള്ള പാതേയങ്ങളെ പറ്റിയുള്ള കൃത്യമായ ബോധ്യം ആ തിരിഞ്ഞു നോട്ടം കൊണ്ട് നമുക്കുണ്ടാകും. അത് മാത്രമല്ല, ഇനി ഓടാനുള്ള പാതയത്തെ പറ്റിയുള്ള കൃത്യമായ കാഴ്ചപ്പാട് ആ തിരിഞ്ഞു നോട്ടം കൊണ്ട് ജീവിതത്തിൽ ലഭ്യമാകും. അപ്പോ കൃത്യമായ ഒരു ഇടത്ത് നിന്നുകൊണ്ടാണ് നാം കഴിഞ്ഞുപോയ ഈ 10 നോമ്പുകൾ അല്ലെങ്കിൽ 11 നോമ്പുകളെ നാം തിരിഞ്ഞു നോക്കാൻ പരിശ്രമിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനെ ഏത് രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രഥമമായിട്ടുള്ള പരിശോധന ചെന്ന് നിൽക്കേണ്ടത്. ആത്യന്തികമായ ലക്ഷ്യം സ്വർഗമാണ് എന്നിരിക്കെ അതിലേക്കുള്ള ഏറ്റവും യോഗ്യമായ മോക്ഷമാർഗം എന്നുള്ളത് പരിശുദ്ധ ഖുർആനാണ് എന്നിരിക്കെ ആ പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ച മാസമായ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമായി തീർന്നിരിക്കുന്ന, അതിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമായ ചിന്ത ചെന്ന് നിൽക്കേണ്ടത് പരിശുദ്ധ ഖുർആനും ഞാനും എവിടെ നിൽക്കുന്നു എന്നുള്ള ആശയത്തിലേക്കാണ്. പലപ്പോഴും നാം കേട്ട് തഴമ്പിച്ചിട്ടുള്ള ഒരു വലിയ നുണ എന്നുള്ളത് മനുഷ്യർ പൂർവ സ്വതന്ത്രരാണ് എന്നുള്ള ഒരു പ്രസ്താവനയാണ്. മനുഷ്യർ സ്വതന്ത്രരാണ് എന്നുള്ള പ്രസ്താവന കാലാകാലങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഇടങ്ങൾ, നമ്മുടെ വായനകൾ നമ്മെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു നുണ എന്ന് പറയുന്നതാണ്. സ്വതന്ത്ര ജീവിയാണ് മനുഷ്യൻ എന്നുള്ളത്. ഒരു പരിധി വരെ ആ പ്രസ്താവന ശരിയാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും മനുഷ്യനെ അടുത്തു നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഒരു ശക്തിയുടെ പിൻബലമില്ലാതെ, കൃത്യമായ ഒരു വഴിയുടെ മുന്നറിയിപ്പ് നമുക്ക് തന്നിട്ടില്ല എങ്കിൽ മനുഷ്യ ജീവിതം അസാധ്യമാണ് എന്ന് മനുഷ്യ ജീവിതത്തെ പറ്റി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ജീവിതത്തെ, പ്രവിശാലമായ ജീവിതത്തെ ഒന്നും പറ്റി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമല്ല. നാം എഴുതുന്ന നമ്മുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ വര മാഞ്ഞു പോവുകയാണ് എങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു ഉദാഹരണമാണത്. നാം കാശ് കൊടുത്തു വാങ്ങുന്ന വരയിട്ട പുസ്തകത്തിലെ ആ വര മാഞ്ഞു പോവുകയാണ് എങ്കിൽ നേർരേഖയിൽ എഴുതാൻ നാം പരിശ്രമിക്കുന്ന പരിശ്രമം കഠിനമായിരിക്കും. അപ്പൊ കേവലം ഒരു ആശയത്തെ ഒരു ഗ്രന്ഥത്തിലേക്ക് എഴുതി പിടിപ്പിക്കണമെങ്കിൽ പോലും, നേർരേഖയിൽ എഴുതണമെങ്കിൽ പോലും ഒരു വരയുടെ ആവശ്യം ഏറെ പ്രസക്തമാണ് അവിടെ. അപ്പൊ ഇത്രയും കൂലങ്കുശമായ, ഇത്രയും ആശയധാരകൾ നിലനിൽക്കുന്ന ഈ ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം സ്വതന്ത്രപൂർവമാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യപൂർവമാണ് എന്ന് പറയുന്നതിന്റെ ലോജിക്കില്ലായ്മ
അല്ലെങ്കിൽ ചിന്തയില്ലായ്മ, യുക്തിയില്ലായ്മയെ പറ്റി കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന സംഗതിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കൃത്യമായ ഒരു ആശയത്തിന്റെ പിൻബലം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ആ ആശയത്തെ, അല്ലെങ്കിൽ ആ വഴിയെ, അല്ലെങ്കിൽ ആ ഒരു മാർഗത്തെ ഹുദ എന്നുള്ള പേരിൽ പരിചയപ്പെടുത്തിയത്. ആ ഹുദയിലൂടെ നേടിയെടുക്കുന്ന ആ മഹത്തായ ആ ലക്ഷ്യത്തെ ഹിദായത്ത് എന്നും പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം പരിചയപ്പെടുത്തി. അപ്പൊ മനുഷ്യരാശിക്ക് ഈ ജീവിതത്തിൽ, ഇരുളടഞ്ഞു പോകുന്ന ജീവിതത്തിൽ വെളിച്ചമാകുന്ന, ജീവിതത്തിന് വഴി കാണിക്കുന്ന അമൂല്യമായ ഈ വചനങ്ങളുടെ അവതീർണം സംഭവിച്ചിട്ടുള്ള, അതായത് മഹത്തായ നിധി ലഭ്യമായ ദിനമാകുന്നു അല്ലെങ്കിൽ മാസമാകുന്നു പരിശുദ്ധ റമദാൻ എന്നുള്ളത്. ആ റമദാൻ വിസ്മൃതിയിലേക്ക് പോകരുത്, പരിശുദ്ധ ഖുർആനിനെ കൈയൊഴിക്കപ്പെടരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കി. ആ മാസത്തിന് മറ്റു മാസങ്ങൾക്കില്ലാത്ത പോരിശകൾ, പ്രത്യേകതകൾ, ആനുകൂല്യങ്ങൾ അത് മനുഷ്യരാശിക്ക് വേണ്ടി സമ്മാനിച്ചു. എന്തുകൊണ്ട്? ഈ പരിശുദ്ധ ഖുർആനിന്റെ അവതീർണം സാധ്യമായ മാസമാകുന്നു ഇത് എന്നുള്ളത് കൊണ്ട് മാത്രം. അപ്പോ മറ്റു മാസങ്ങളിൽ നിന്നും, ഈ 11 മാസങ്ങളിൽ നിന്നും നാം കൃത്യമായി തിരിച്ചറിയേണ്ടത്, അല്ലെങ്കിൽ കൃത്യമായി പുനർവായന നടത്തേണ്ടത് നമ്മുടെ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ്. അങ്ങനെ സജീവമായിട്ടുള്ള പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മെ ഹിദായത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം പരിശ്രമിക്കുന്ന, അല്ലെങ്കിൽ നാം എത്ര കണ്ട് ആ വിഷയത്തിൽ മുന്നേറി എന്ന് നമ്മെ പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഹൃദയവിശുദ്ധി എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും നമ്മുടെ മനസ്സുകളിലൂടെ, നാവുകളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോൾ സ്വാഭാവികമായും ആ വായനക്കാരനിൽ ഉണ്ടാകുന്ന സ്വാധീനം ഏറെ വലുതാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. അതായത് പരിശുദ്ധ ഖുർആനിന്റെ വായനക്ക് മുൻപ് ഒരു മനുഷ്യനും പരിശുദ്ധ ഖുർആനിന്റെ വായനക്ക് ശേഷം മറ്റൊരു മനുഷ്യനും ആയിരിക്കണമെന്ന് ഇസ്ലാം കണിശമായി നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി മനുഷ്യരെ അള്ളാഹു ഏറെ കഠിനമായ ഭാഷയിൽ പ്രേരിപ്പിക്കുന്നു. അഫല യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഖുർആനിനെ പറ്റി നിങ്ങൾ എന്താ ഉറ്റാലോചിക്കാത്തത് എന്ന് ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ഏറെ പ്രേരിപ്പിക്കുന്ന ഭാഗങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. അതായത് ഓരോ വായനകളും ഓരോ അനുഭൂതികളായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ സ്വാധീനിച്ചിട്ടുള്ള പല ആളുകളുടെയും ജീവിതം വിശദീകരിക്കുകയാണ് എങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം നാം ഒട്ടനവധി പ്രാവശ്യം പാരായണം ചെയ്തു പോയിട്ടുള്ള വചനങ്ങൾ, ആയത്തുകൾ ചില ആളുകൾക്ക് വലിയ സ്വാധീനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കാരണമാകുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ആ വായന കൊണ്ട് സമ്മാനിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള പുനരാലോചന, അല്ലെങ്കിൽ ഒരു ആത്മവിചാരണ നാം നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ടതുണ്ട്. ഖുർറം മുറാദ് എന്ന പേരിൽ പ്രസിദ്ധനായ പാകിസ്ഥാനി ഇസ്ലാമിക ചിന്തകൻ ഉണ്ടായിരുന്നു. അത് ഖുർആാനികപരമായിട്ടുള്ള ചിന്തകൾ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ഖുർആാനിന്റെ ആധുനിക വായനകൾ, മുൻപ് രചിക്കപ്പെട്ടിട്ടുള്ള മുഫസ്സിറുകളും അത്തരത്തിലുള്ള ചിന്തകൾക്കും അപ്പുറത്തേക്ക് പരിശുദ്ധ ഖുർആനിനെ കൂടുതൽ ജനകീയനാക്കിയ ഒരു പണ്ഡിതനായിരുന്നു ഖുർറം മുറാദ്. അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ ആയത്ത് ഏതാണ്? നമ്മളും ഒരുപാട് ഓതിയിട്ടുണ്ട് അല്ലേ? നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ, എന്നെ കേൾക്കുന്ന പല ആളുകളും. നമ്മളോട് ചോദിക്കുകയാണ്, ഈ അടുത്ത കണ്ടതിൽ വെച്ച് ഏറ്റവും സ്വാധീനിക്കപ്പെട്ട സിനിമ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സദസ്സല്ല എങ്കിൽ പലപ്പോഴും നമ്മൾ അതിനൊരു ഉത്തരം കൊടുക്കും, ഇന്ന സിനിമയാണ് എന്ന് നമ്മൾ പറയും. കുറച്ചും കൂടി പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്, ഈ സമകാലിക കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്വാധീനിക്കപ്പെട്ട രാഷ്ട്രീയക്കാരൻ ആരാണ് എന്ന് നമ്മളോട് ചോദിക്കുകയാണ് എങ്കിൽ അതിനും നമുക്ക് കൃത്യമായി കാഴ്ചപ്പാടുള്ള ഒരാളുടെ പേര് പറയാൻ സാധിക്കും. എന്നാൽ ജന്മം കൊണ്ട് മുസ്ലിമായി തീരുകയും ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മതവിദ്യാഭ്യാസങ്ങൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും അതിലൂടെ കടന്നു വരികയും ചെയ്തിട്ടുള്ള നമുക്കോരോരുത്തർക്കും ഏത് ആയത്താണ് ഈ അടുത്ത് പാരായണം ചെയ്തതിൽ ഏറ്റവും ഹൃദ്യമായി തോന്നിയത്, ഏത് വചനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കും, ഏതായിരുന്നു ആ വചനം, ഏതായിരുന്നു എന്റെ ജീവിതത്തെ ഇത്ര കണ്ട് സ്വാധീനിച്ച വചനമെന്ന്
പലപ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമുക്ക് സംജാതമാകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഖുർറം താങ്കൾക്ക് ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച ആയത്ത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അതായത് ഒരു ആയുസ്സിനെ നവീകരിക്കുവാൻ സാധിക്കുന്ന മുഴുവൻ ആശയങ്ങളും സമ്മേളിച്ച ഒരു ചെറുവചനമാണത്. ആ വചനമായിരുന്നു ഖുർറം മുറാദിനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്ന ആയത്ത് എന്നുള്ളത്. ലിയോപോൾഡ് വൈസ് എന്ന് പറയുന്ന ഒരു ജൂത ജർമ്മൻ ആളുണ്ടായിരുന്നു. ജർമ്മനിയിൽ താമസിക്കുന്ന ജൂതവംശജനായ ഒരു മനുഷ്യൻ. ലിയോപോൾഡ് വൈസിനെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായി സ്വാധീനിച്ച ആയത്ത് എന്നുള്ളത് ഈ പറയുന്ന ആയത്താണ്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അതായത് ഇന്ന് ആസ്വദിക്കുന്ന, ഇന്ന് കാണുന്ന ഈ അനുഗ്രഹങ്ങളെ പറ്റിയെല്ലാം ഒന്നൊഴിയാതെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടലുകൾക്ക് വിധേയപ്പെടും കേട്ടോ എന്ന് വളരെ സരസമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്ന ആ ചെറുവചനം ലിയോപോൾഡ് വൈസ് എന്ന് പറയുന്ന ജൂതനായ ജർമ്മൻകാരനെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്വാധീനം അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു. മുഹമ്മദ് അസദ് എന്നുള്ള പേരിൽ അദ്ദേഹം പിന്നീട് ഇസ്ലാമിക ചിന്തകനായി അറിയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തുന്നു. പറഞ്ഞു വരുന്നത് നമ്മുടെ ഖുർആൻ പഠനങ്ങൾ അല്ലെങ്കിൽ ഖുർആൻ പാരായണങ്ങൾ അതിന്റെ ആശയ തലത്തിലേക്ക് ഇറങ്ങാൻ സഹായകരമാകുന്നുണ്ടോ എന്നുള്ള ഏറ്റവും ശക്തമായ ചിന്ത നമ്മുടെ പാരായണങ്ങളിലും നമ്മുടെ ഈ റമദാനിലും ഏറ്റവും സജീവമായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ നാം പരിശുദ്ധ ഖുർആനിനെ സമീപിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ലഭ്യമാകുന്ന ആ അനുഭൂതികൾ നമുക്ക് ലഭ്യമാകും. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹു ഏറ്റവും മനോഹരമായ സംസാരത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. അഹ്സനൽ ഹദീസ് എന്നാണ് പരിശുദ്ധ ഖുർആൻ തന്നെ വിശേഷിപ്പിച്ചത്. ഏറ്റവും നല്ല സംസാരത്തെ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു. എന്താണ് ആ വചനത്തിന്റെ പ്രത്യേകത? ആ വചനത്തെ പാരായണം നടത്തി കഴിഞ്ഞാൽ തഖ്ശഇറ ജുലൂദുഹും, നിങ്ങളുടെ തൊലികൾക്ക്, നിങ്ങളുടെ രോമങ്ങൾക്ക് രോമാഞ്ചം അനുഭവപ്പെടും. ആത്മാർത്ഥമായിട്ട് എത്ര പേർക്ക് പറയാൻ സാധിക്കും, പരിശുദ്ധ ഖുർആനിലെ ഇന്ന ആയത്ത് പാരായണം ചെയ്തപ്പോ എനിക്ക് ഇന്ന ദിവസം രോമാഞ്ചം സംഭവിച്ചിട്ടുണ്ട് എന്ന്? എന്നാൽ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഈ പാരായണം കൊണ്ട് ചില മനുഷ്യർക്ക് നടക്കുമെന്ന് അള്ളാഹുവിന്റെ കലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പൊ നമ്മുടെ പരിശുദ്ധ ഖുർആനിന്റെ വായനകൾ എത്ര കണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതിനെ പറ്റി കൃത്യമായി നാം പുനരാലോചന നടത്തേണ്ടതുണ്ട്. അപ്പോ സമയം നമ്മുടെ മുൻപിൽ വീണ്ടും അവശേഷിക്കുന്നുണ്ടോ? 20 ദിവസങ്ങൾ. കഴിഞ്ഞുപോയ ദിനങ്ങളെ സംബന്ധിച്ച് വിലപിക്കാതെ വരാനിരിക്കുന്ന ആ അനുഗ്രഹങ്ങളെ പറ്റി, ആ ദിനരാത്രങ്ങളെ പറ്റി, ആ നിമിഷങ്ങളെ പറ്റി ഏറ്റവും സുന്ദരമായ ക്രമീകരണങ്ങൾക്ക് നമുക്ക് കഴിയേണ്ടതുണ്ട്. അവിടെ ഹയാത്ത് എന്നുള്ള പദത്തെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു നളീറിന്റെ ലിസാനുൽ അറബ് എന്ന ഒരു മുഅ്ജമുണ്ട്, ഒരു ഡിക്ഷണറി ഉണ്ട്. അറബി ഭാഷയിലെ ഏറ്റവും ആധികാരിക ഡിക്ഷണറി ആയിക്കൊണ്ട് അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥമാണത്, ലിസാനുൽ അറബ്. അദ്ദേഹം അതിൽ ഹയാത്ത് എന്നുള്ള പദത്തിന്റെ വിവക്ഷയായി കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് എന്നുള്ള പദത്തിന്റെ തുല്യമാകുന്ന അറബി പദം കൊണ്ടാണ്. അതായത് കുറെ നിമിഷങ്ങൾ ചേർത്ത് വെച്ച ഈ ഹയാത്തിനെ അല്ലെങ്കിൽ ഈ ഒരു ആയുസ്സിനെ ഏറ്റവും മനോഹരമായി ക്രമീകരിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുമെങ്കിൽ വരാനിരിക്കുന്ന ഈ റമദാനിനെ ഏറ്റവും സജീവതയോടുകൂടി നിലനിർത്താൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. അപ്പോൾ നമ്മുടെ പരിശുദ്ധ ഖുർആനിന്റെ പഠനം ആ രൂപത്തിലുള്ള സജീവതക്ക് അല്ലെങ്കിൽ നവീകരണത്തിന് നമ്മെ സഹായിക്കണം എന്ന് സാരം. അവിടെ ആ പാരായണങ്ങൾ, ആ ആലോചനകൾ നമ്മുടെ ഹൃദയത്തെ നവീകരിക്കും. ഹൃദയ നവീകരണം വലിയൊരു വെല്ലുവിളിയാണ് ഈ കാലഘട്ടത്തിൽ. കാരണം ലോകം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളുടെയും മൂല കാരണം എന്നുള്ളത് ഹൃദയത്തിനേൽക്കുന്ന മാലിന്യങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഏറ്റവും അധികം ആളുകൾ മരണപ്പെടുന്ന രോഗം ഏത് രോഗം കൊണ്ടാണ് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ മരണപ്പെടുന്നത്? ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുള്ള രോഗങ്ങളുണ്ട്. ഒരുപാടൊന്നും വിശദീകരണമില്ലാതെ നമുക്കറിയാമത്. ശരീരത്തിന്റെ ഇന്ന ഭാഗത്ത് പിടിപെടുന്ന അസുഖം, തൊലിപ്പുറത്ത് ബാധിക്കുന്ന അസുഖം, വായുവിലൂടെ പകരുന്ന അസുഖം, അങ്ങനെ തുടങ്ങി നിരവധി രോഗങ്ങൾ
ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടുമുണ്ട്. എന്നാലും അവിടെ അവശേഷിക്കുന്ന ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം, ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന രോഗം ഏത് രോഗമാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബാധിച്ചിട്ടുള്ള രോഗം എന്നുള്ളത് ഷുഗർ ആണ് എന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. പ്രമേഹം. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ മരുന്ന് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന അസുഖം എന്നുള്ളത് ഷുഗറാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗം ശരീരത്തിന്റെ ഏതു ഭാഗത്ത്, ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? അവിടെ നാം ചേർത്ത് വായിക്കേണ്ട പരിശുദ്ധ ഖുർആനിന്റെ ഒരു വിശേഷണം, പരിശുദ്ധ ഖുർആൻ ശിഫയാണ് എന്നാണ്. രോഗശമനമാണ് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗം ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണ്. അതിനെ നമ്മൾ അസൂയ എന്ന് പറയും ചിലപ്പോ, അതിനെ നമ്മൾ വർഗീയത എന്ന് പറയും ചിലപ്പോൾ, അതിനെ നമ്മൾ വംശീയത എന്ന് പറയും, അതിനെ ചിലപ്പോൾ നമ്മൾ വർണ്ണവെറി എന്ന് പറയും, അതിനെ നമ്മൾ അമിതമായ രാഷ്ട്രസ്നേഹം എന്ന് ചിലപ്പോൾ വിശേഷിപ്പിക്കും. ആ രൂപത്തിൽ ലോകത്ത് അരുങ്കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷക്കണക്കിന് മനുഷ്യർ വിധേയപ്പെടുന്ന അല്ലെങ്കിൽ കാരണമായിക്കൊണ്ടിരിക്കുന്ന രോഗം എന്നുള്ളത് ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു ഹൃദയങ്ങൾക്ക് ശമനമാണ് പരിശുദ്ധ ഖുർആൻ എന്ന്. അപ്പൊ ലോകം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ശമനമായി വർത്തിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ. അവിടെ നാം ഈ സദസ്സ് ഒരുക്കുന്ന ഈ സമയത്തിനേറെ പ്രസക്തിയുണ്ട് ഈ വാചകങ്ങൾക്ക്. ലോകത്ത് അകാരണമായി വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, ഇന്നലെ ഈ നിമിഷം വരെ ജീവനോടെ ഇരുന്നിരുന്ന 100-ലധികം വരുന്ന വിദ്യാർത്ഥിനികൾ ഇന്ന് ജീവനോടെ ഇല്ല. ഇറാനിൽ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ക്രൂരമായ നരഹത്യക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവർ മരണപ്പെട്ടു പോയിരിക്കുന്നു. ഏത് രോഗമാണ് ഈ മരണത്തിന് കാരണമായിട്ടുള്ളത്? കഴിഞ്ഞ ഏതാണ്ട് 3 വർഷങ്ങൾ തുടർച്ചയായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ജനവിഭാഗം ലോകത്തിന്റെ ഒരു തുരുത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. മരുന്നില്ലാതെ, വെള്ളമില്ലാതെ, വായുവില്ലാതെ, ഭക്ഷണമില്ലാതെ ഇഞ്ചിഞ്ചായി പിടഞ്ഞു വീണു മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പിഞ്ചു മക്കൾക്ക് ബാധിച്ചിട്ടുള്ള രോഗം ഏത് രോഗത്തിന്റെ അനന്തരഫലമായി കൊണ്ടാണ് ആ സമൂഹം ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെയാണ് പരിശുദ്ധ ഖുർആൻ മരുന്നായി വർത്തിക്കേണ്ടത്. ലോകം അനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങൾക്കുമുള്ള മറുമരുന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഒറ്റ ആയത്ത് കൊണ്ട് ഈ പ്രശ്നങ്ങളെയെല്ലാം അവസാനിപ്പിക്കാൻ ഇസ്ലാമിന് സാധിക്കും. ഈ ആശയത്തെ കൃത്യമായി മനുഷ്യ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ, അതിന് സാധ്യമായാൽ ലോകം അനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പൂർണ്ണമായ പരിഹാരമാകുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമ്മോട് പറയുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കാണാൻ ഇടയായി. ഗസയിലെ ഒരു മസ്ജിദിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ് ഒരു ഭാഗത്ത് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഗസയിലെ മനുഷ്യ മനസ്സുകളെ അല്ലെങ്കിൽ മനുഷ്യ ശരീരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്ന മിസൈലുകളുടെയും പോർ വിമാനങ്ങളുടെയും അരൾച്ചയും മുരൾച്ചയുമാണ് ഒരു ഭാഗത്ത് കേൾക്കുന്നത്. മനോഹരമായ ശബ്ദത്തിൽ ആ ഇമാം പാരായണം ചെയ്യുന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്താണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായിലൻ ലിതആറഫു എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിന്റെ ലോക സമാധാനത്തിന് ഇത്രയും ആക്കം കൂട്ടുന്ന ഒരു വചനം വേറെ കാണാൻ സാധിക്കില്ല. അതായത് ഈ മിസൈലുകൾ അയക്കുന്ന നിങ്ങളും, ഞങ്ങളെ കൊല്ലാൻ ഷെല്ലുകൾ പായിക്കുന്ന നിങ്ങളും, ഞങ്ങളുടെ പിഞ്ചുമക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ മുഴുവൻ സാമ്പത്തിക സ്രോതസ്സും സമയവും അധികാരവും മുഴുവൻ വിഭവങ്ങളും ചിലവഴിക്കുന്ന നിങ്ങളും ഞങ്ങളും ഒരേ ഉപ്പയുടെയും ഒരേ ഉമ്മയുടെയും മക്കളാണ് കേട്ടോ എന്ന് അറബി ഭാഷയിൽ പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിലെ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ട് ഒരു ഇമാം മസ്ജിദിൽ പാരായണം നടത്തുമ്പോ തൊട്ടപ്പുറത്ത് ആ സഹോദരനെ വധിക്കാൻ വേണ്ടി മുഴുവൻ അധികാരത്തെയും ഉപയോഗപ്പെടുത്തുന്ന ഒരു വലിയ ജനവിഭാഗം മറ്റൊരു ഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന് സാധിക്കും. ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ ഇസ്ലാമിന് സാധിക്കും. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്ക് സാധിക്കും. ആ ആയത്തുകളെ മനുഷ്യ മനസ്സുകൾ ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ് എങ്കിൽ ലോക സമാധാനം സാധ്യമാകുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പാരായണങ്ങൾ, അതിന്റെ വായനകൾ നമ്മെ
നവീകരിക്കേണ്ടതുണ്ട്. പറഞ്ഞു വന്നത് ആവശ്യമാണ്. ഹൃദയ നവീകരണം വലിയ ഒരു കാര്യമാണ് ഇസ്ലാമിൽ. നമ്മുടെ ചിന്തകളെ നവീകരിക്കുവാൻ സാധിക്കണം. പലപ്പോഴും വലിയ പ്രസ്ഥാനങ്ങളെ വരെ നിലക്ക് നിർത്തുന്ന പല നേതാക്കന്മാർക്കും, ലക്ഷക്കണക്കിന് അണികൾ വരുന്ന, ഒരുപാട് പ്രവർത്തകർ വരുന്ന ആ സംഘടനയെ പോലും ഒരു വാക്കിനപ്പുറത്തേക്ക് ചലിക്കാൻ കഴിയാത്തത്രയും ശക്തമായി നിലനിർത്തുന്ന, അല്ലെങ്കിൽ കൃത്യമായി അവയെ അച്ചടക്കത്തോടുകൂടി ഇരുത്തുന്ന പല ആളുകൾക്കും സ്വന്തം ഇച്ഛയെ, സ്വന്തം തീരുമാനങ്ങളെ, സ്വന്തം ചിന്തയെ നിലക്ക് നിർത്തുവാൻ സാധ്യമാകാതെ പോകുന്നത് ഇന്നിന്റെ ലോകത്ത് നാം കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളുടെ ഭാഗമാണത്. സ്വന്തം ഇച്ഛയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, സ്വന്തം ചിന്തയെ നിലക്ക് നിർത്താൻ കഴിയുന്നില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത് അൽ മുജാഹിദ്. സാക്ഷാൽ മുജാഹിദ് എന്ന് പറയുന്നത്, ജിഹാദ് നടത്തുക എന്ന് പറയുന്നത്, മൻ ജാഹദ ലി നഫ്സിഹി, ആരാണോ സ്വന്തത്തോട് ജിഹാദ് നടത്തുന്നത്, ഫീ ത്വാഅത്തില്ലാ, അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകൾ വിധേയപ്പെട്ടുകൊണ്ട്, അന്യരോടല്ല സ്വന്തത്തോട്, സ്വന്തം ആത്മാവിനോട് ആരാണോ ജിഹാദ് നടത്തുന്നത്, പടപൊരുതുന്നത്, അവനാണ് അൽ മുജാഹിദ്, സാക്ഷാൽ മുജാഹിദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മൾ ഉണർത്തുന്നുണ്ട്. അപ്പൊ സ്വന്തത്തെ അതിജയിക്കാൻ നമുക്ക് സാധിക്കണം, നമ്മുടെ ഇച്ഛയെ നിലക്ക് നിർത്തുവാൻ നമുക്ക് സാധിക്കണം, നമ്മുടെ വികാരങ്ങളെ പിടിച്ചു കെട്ടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ വൈകാരികപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പലപ്പോഴും നമ്മെ വലിയ അബദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സുന്ദരമായി കൊണ്ടാണ് വികാരങ്ങളെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കണം കേട്ടോ എന്ന് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ എത്ര സുന്ദരമായി കൊണ്ടാണ് ഉണർത്തിയിട്ടുള്ളത്. പ്രവാചകന്റെ ഉപമ പോലും ആ രൂപത്തിലായിരുന്നു. വാശിയുടെ പുറത്ത്, ദേഷ്യത്തിന്റെ പുറത്ത് ഒരു മനുഷ്യനെ മലർത്തിയടിക്കുന്നതിനേക്കാൾ ശക്തൻ എന്ന് പറയുന്നത് ആരാണോ അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, അങ്ങേയറ്റം കോപിതനായി നിൽക്കുന്ന സമയത്ത് സ്വന്തം ആത്മാവിനെ പിടിച്ചു കെട്ടി നിർത്തുവാൻ, നിശബ്ദത പാലിക്കുവാൻ ആർക്ക് സാധിക്കും? അവനാണ് മനുഷ്യ ശരീരം ഉയർത്തി നിലത്തടിക്കുന്നവനേക്കാളും ശക്തനായിട്ടുള്ളവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി വൈകാരികതകളോടുള്ള ആ സമീപനത്തെ പറ്റി കൃത്യമായി ദർശനം പറഞ്ഞു പോകുന്നുണ്ട്. അവിടെ പരിശുദ്ധ റമദാൻ നമ്മെ നവീകരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം നമ്മുടെ ഇച്ഛകളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്നു, നമ്മുടെ വൈകാരികപരമായിട്ടുള്ള അത്തരത്തിലുള്ള ആഗ്രഹങ്ങളെ റമദാൻ പിടിച്ചു കെട്ടിക്കൊണ്ട് നമ്മെ, നമ്മുടെ ഹൃദയത്തെ നവീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. അവിടെ ഓരോ റമദാനും നമ്മോട് പറഞ്ഞു വെക്കുന്ന ഏറ്റവും വലിയ ഒരു ആശയം എന്നുള്ളത്, അള്ളാഹു ഹലാലാക്കി തന്നതിനെ നിങ്ങൾക്ക് നിശ്ചിത അളവുകളിലേക്ക് ഒഴിവാക്കാമെങ്കിൽ, ഏറ്റവും മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു സമീപനമാണത്. അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നതിനെ, നിങ്ങളുടെ ഇണകളെ, നിങ്ങളുടെ സമ്പാദ്യം കൊണ്ട് നിങ്ങൾ വാങ്ങിയ സുഭിക്ഷമായ ഭക്ഷണത്തെ, മനോഹരമായ രുചികരമായ പാനീയങ്ങളെ നിങ്ങൾക്ക് ഉപേക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ, അതായത് അള്ളാഹു ഹലാലാക്കി തന്നതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുമെങ്കിൽ, പിന്നെ എന്തുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയതിൽ നിന്നും നിങ്ങൾക്ക് വിടുതൽ വാങ്ങുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ഏറ്റവും ശക്തമായ ചോദ്യമാണല്ലോ ഓരോ റമദാനും ഓരോ നോമ്പും നമ്മോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിൽ കൃത്യമായി പരിശുദ്ധ റമദാനുകളെ, നമ്മുടെ നോമ്പുകളെ നോക്കിക്കാണുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ അത്തരത്തിലുള്ള ആളുകളെ പറ്റി പറയുന്നുണ്ട്. ഏറ്റവും സുന്ദരമായ വചനം പരിശുദ്ധ ഖുർആൻ പറയുന്നത്, രക്ഷിതാവിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട്, വനഹൻ നഫ്സ അനിൽ ഹവ, തന്നിഷ്ടങ്ങളിൽ നിന്നും സ്വന്തം മനുഷ്യനെ, സ്വന്തം ഹവകൾ, സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം ഇച്ഛകൾ, ആ ഇച്ഛകളിൽ നിന്നും മനസ്സിനെ ആരാണോ ബന്ധിപ്പിച്ചിട്ടുള്ളത്, അതിൽ നിന്നുമെല്ലാം മനസ്സിനെ പിടിച്ചു കെട്ടിയവനാരാണോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ സ്വർഗമാകുന്ന, ആ ലോകമാകുന്നു അവരുടെ ശാശ്വതമായ കേന്ദ്രമെന്ന് പരിശുദ്ധ ഖുർആൻ അത്തരത്തിലുള്ള ആളുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോ ഇച്ഛകളെ നിയന്ത്രിക്കുക എന്നുള്ളത് ഹൃദയ നവീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഹൃദയത്തിന് മാലിന്യം വന്നാൽ കണ്ണിന് മാലിന്യം വരും, കേൾവിയിൽ മാലിന്യം വരും, പ്രവർത്തനത്തിൽ ആകമാനവും മാലിന്യങ്ങൾ
കുമിഞ്ഞുകൂടും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയത്തെ പരിചയപ്പെടുത്തിയത് ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ആ മാംസപിണ്ഡം നവീകരിക്കപ്പെടുകയാണ് എങ്കിൽ, നന്നാക്കപ്പെടുകയാണ് എങ്കിൽ ശരീരമാസകലം നന്നാവുകയും ആ മാംസപിണ്ഡമെങ്ങാനും ദുഷിച്ചു പോവുകയാണ് എങ്കിൽ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും ദുഷിച്ചു പോകുമെന്ന് പറഞ്ഞതിന്റെ ആ ഒരു പൊരുളിനെ പറ്റി നമ്മൾ ആലോചിക്കണം. എത്ര ചിന്തോദ്ദീപകമായ പ്രയോഗമാണ് പ്രവാചകൻ നടത്തിയിട്ടുള്ളത്. ആ അവയവമെങ്ങാനും ദുഷിച്ചിരിക്കുകയാണ് എങ്കിൽ, ഇത്തരത്തിലുള്ള സദസ്സുകളോട് വിമുഖത കാണിക്കുന്ന ഹൃദയമാണ് നമുക്കുള്ളത് എങ്കിൽ, ഞാൻ എത്ര മനോഹരമായി കൊണ്ടുള്ള ആശയങ്ങൾ കൈമാറി തന്നാലും നിങ്ങളുടെ കാതുകൾ ആ ആശയത്തെ ചെവികൊള്ളുകയില്ല എന്ന് സാരം. എത്രയും മനോഹരമായ സദസ്സുകളിലാണ് നാം പങ്കെടുക്കുന്നത് എങ്കിലും ആ സദസ്സുകളോട് നമ്മളുടെ ഹൃദയത്തിന് വിമുഖതയുണ്ട് എങ്കിൽ, ആ ആശയത്തോട് നമ്മുടെ ഹൃദയത്തിന് വെറുപ്പുണ്ട് എങ്കിൽ, നയന മനോഹരമായ കാഴ്ചകളാണ് അവിടെ കാണുന്നത് എങ്കിലും നമ്മളുടെ കണ്ണുകൾക്ക് ആ കാഴ്ച അങ്ങേയറ്റം അരോചകമായി തോന്നുക എന്നുള്ളത് ഈ ഹൃദയത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ട് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോ ഹൃദയം നന്നായി കഴിഞ്ഞാൽ നമ്മളുടെ കാഴ്ച നന്നാകും, നമ്മളുടെ കേൾവി നന്നാകും, നമ്മളുടെ പ്രവർത്തനങ്ങൾ ആകമാനവും നന്നാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ റമദാനുകൾ, നമ്മുടെ നോമ്പുകൾ നമ്മുടെ ഹൃദയത്തെ നന്നാക്കുക എന്നുള്ള പ്രവർത്തനം സാധ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ നമ്മെ നിയന്ത്രിക്കുന്നതിലൂടെ നാം ആർജിച്ചെടുക്കുന്ന ആ ഒരു ശക്തി അത് മറ്റൊരു തലത്തിലേക്ക് നമ്മെ ഉയർത്തുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാവിധ സാഹചര്യവും നമുക്ക് ചുറ്റും ഇങ്ങനെ എന്തിനും തയ്യാറെടുത്തുകൊണ്ട് കടന്നു വരുമ്പോ അവയോട് വേണ്ട എന്ന് പറഞ്ഞു മാറി നിൽക്കാൻ ചെറിയ വിശ്വാസം പോര മനുഷ്യന്. യൂസുഫ് നബിയുടെ ചരിത്രം നാം ആമുഖമായി പറഞ്ഞതിൽ നിന്നും വായിക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം അതാണ്. എല്ലാവിധ ആനുകൂല്യങ്ങളും യൂസുഫ് നബിയുടെ ചുറ്റും ഇങ്ങനെ നിറഞ്ഞു വന്നപ്പോഴും, ന്യായമായി പറയാനുള്ള ഒന്നിലധികം കാരണങ്ങൾ അവിടെ നിലനിൽക്കുമ്പോഴും യൂസുഫ് നബി തിരഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു മാർഗം എന്നുള്ളത് ആ മാന്യതക്ക് ഏറെ സഹായകരമായ കാരണമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ കുമിഞ്ഞുകൂടുമ്പോ അവയോട് വേണ്ട എന്ന് പറയാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് പരിശുദ്ധ റമദാനാണ്, നമ്മുടെ നോമ്പാണ്. 10 വർഷം ജയിലിൽ കഴിയുന്ന ഒരു മനുഷ്യൻ, 10 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ആ മനുഷ്യൻ പുറത്തേക്ക് വരുന്നു. എന്നിട്ട് പറയുകയാണ്, കഴിഞ്ഞ 10 വർഷം ഒരു തെറ്റും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ഒരാളെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. ഏകാന്തവാസ തടവുകാരനായ ആ മനുഷ്യൻ ആരെ ഉപദ്രവിക്കാനാണ്? ആ ഒരു 10 വർഷക്കാലയളവിൽ ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ട് സാമൂഹിക മേഖലയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ കഴിയുന്ന ആ മനുഷ്യനേക്കാൾ ശക്തമായ വിശ്വാസം പുറത്തു നിൽക്കുന്ന മനുഷ്യന് വേണ്ടി വന്നേക്കാം ആ മനുഷ്യന്റെ ജീവിതത്തിൽ. ആ രൂപത്തിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമേറി വരുമ്പോ ആ സമ്മർദ്ദങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഈമാനികമായ ശക്തി കൊണ്ട്, മറ്റൊരു ബാഹ്യമായ ശക്തിയുടെ പ്രേരണ കൊണ്ട് അത്തരത്തിലുള്ള തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നവർക്ക് ഏറെ പ്രസക്തിയുണ്ട്, പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ട് എന്ന് പ്രവാചകന്റെയും പരിശുദ്ധ ഖുർആനിന്റെയും അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നാം നേരിടുന്ന ഈ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാനങ്ങൾ, അവക്കിടയിലൂടെയുള്ള നമ്മുടെ സഞ്ചാരം നമ്മെ ഈമാനികമായ ശക്തിയുള്ളവരായി നമ്മെ പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. ആ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് പാപമോചനത്തിന്റെ മാസമാണ്. ഒട്ടനവധി തിന്മകൾക്ക് പാത്രീഭൂതരായ, അറിഞ്ഞും അറിയാതെയും രഹസ്യത്തിലും പരസ്യത്തിലും കൂട്ടമായും ഒറ്റക്കും ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും. ആ തെറ്റുകളെ പറ്റിയുള്ള ആലോചനകൾ ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ തെറ്റുകളുടെ ഗൗരവത്തെ പറ്റിയുള്ള ആലോചനകൾ നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും ചിന്തോദ്ദീപകമായ ഒരു സാഹചര്യത്തെ പറ്റി പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്ന സൂറ അൽ ബഖറയിലെ 30-ാമത്തെ വചനം. ആ വചനത്തിന്റെ മുൻപുള്ള വചനങ്ങളും ആ വചനത്തിന് ശേഷമുള്ള വചനങ്ങളും നമ്മുടെ പാരായണത്തിൽ കടന്നു വരികയും കൃത്യമായ ആ ഭാഗങ്ങൾ വായനക്ക് വിധേയപ്പെടുത്തുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതായത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപുള്ള ഒരു സാഹചര്യമാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്ന ഒരു സംസാരം. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അല്ലാഹു മലക്കുകളോട് പറയുന്നു, ഭൂമിയിലേക്ക് ഖലീഫയെ നിയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാനിതാ നിയോഗിക്കുന്നു.
അതായത് മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലെ കൈകാര്യകർത്താക്കന്മാരായി നിയോഗിക്കാൻ ഞാനിതാ പോകുന്നു, മലക്കുകളോട് അള്ളാഹു പറയുന്നു. അപ്പൊ അള്ളാഹുവിന്റെ വിധേയരായ മലക്കുകൾ അള്ളാഹുവോട് തിരികെ ചോദിക്കുന്ന ചോദ്യം, അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണോ, രക്തമൊഴുക്കപ്പെടാനാണോ ഇവരെ അങ്ങോട്ടേക്ക് അയക്കുന്നത്? എത്ര ആഴമേറിയ പ്രയോഗമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. മലക്കുകൾ അള്ളാഹുവോട് ചോദിക്കുന്ന തിരികെ പറയുന്ന ഒരു ഉത്തരമാണത്. ഇവരെ അങ്ങോട്ടേക്ക് അയച്ചിട്ട് എന്തിനാ? രക്തമൊഴുക്കാനോ, അവിടെ കുഴപ്പമുണ്ടാക്കാനോ, കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളും അധികരിപ്പിക്കാനാണോ ഇവരെ അങ്ങോട്ടേക്ക് അയക്കുന്നത്? ന്യായമായൊരു ചോദ്യമാണത്. മലക്കുകളുടെ ആ പ്രസ്താവന ഇന്നും ശരിയാണ് എന്ന് ഈ ഒരു നിമിഷവും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പങ്ങൾ സദാ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് മലക്കുകൾ ഒരു ന്യായം കൂടി പറയുന്നുണ്ട്, വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, ഞങ്ങൾ ഉണ്ടല്ലോ നിനക്ക് തസ്ബീഹുകൾ നടത്താൻ, നിന്നെ മഹത്വവൽക്കരിക്കാൻ, നിനക്ക് തഹ്മീദുകൾ ചൊല്ലാൻ, നിന്നെ സ്തുതി കീർത്തനങ്ങൾ കൊണ്ട് പൊതിയാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ മലക്കുകൾ, പിന്നെന്തിനാണ് അവരെ ഭൂമിയിലേക്ക് അയക്കുന്നത് എന്ന് അള്ളാഹുവോട് തിരികെ ചോദിക്കുന്ന മലക്കുകളെ പറ്റി പരിശുദ്ധ ഖുർആൻ സൂറ അൽ ബഖറ 30-ാമത്തെ വചനത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ, ആ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് ആ ഒരു പദം കൊണ്ടാണ്. അള്ളാഹു പറയുകയാണ്, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യം എനിക്കറിയാം. മലക്കുകളെ, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം അവരെ പറ്റി. അതുകൊണ്ട് ഞാനിതാ അവരെ ഖലീഫകളായി ഭൂമിയിൽ കൈകാര്യകർത്താക്കന്മാരായി അയക്കാൻ പോവുകയാണ്. ആ ഭാഗം അവിടെ അവസാനിക്കുന്നു. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഭൂമിയിലെ ഖലീഫകളായി അള്ളാഹു തിരഞ്ഞെടുത്ത മനുഷ്യരെ അള്ളാഹു നേരെ കൊണ്ടുപോകുന്നു സ്വർഗത്തിലേക്ക്. അതായത് നമ്മുടെ പ്രതിനിധിയായ ആദം നബിയെയും ഹവ്വ ബീവിയെയും അള്ളാഹു പ്രഥമമായി വസിപ്പിക്കുന്ന ലോകം എന്നുള്ളത് സ്വർഗീയ ലോകമാണ്. അപ്പൊ ഭൂമിയിലെ ഖലീഫകളായി തിരഞ്ഞെടുത്ത മനുഷ്യ പ്രതിനിധിയെ എന്തിന് സ്വർഗീയ ആരാമങ്ങളിലേക്ക്, അതിന്റെ സുഖലോലുപതയിലേക്ക് കൊണ്ടുപോകുന്നു? വലിയൊരു ചോദ്യമല്ലേ അത്? വലിയൊരു ചോദ്യമല്ലേ അത്? അവിടെ മനുഷ്യ പ്രകൃതത്തെ പറ്റി പഠിക്കാനുള്ള ഏറ്റവും ശക്തമായ പ്രേരണ ഇസ്ലാം നൽകുന്നുണ്ട്. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ മനുഷ്യന്റെ പ്രകൃതത്തെ പറ്റി കൃത്യമായ ഒരു ബോധം നമുക്ക് വരും. പിശാചിന്റെ ദുർബോധനത്തിന് വശംവദരാകുന്നു ആ ആദം സന്തതി, അല്ലെങ്കിൽ ആദം അലൈഹിസ്സലാം. മനുഷ്യന്റെ എല്ലാവിധ ന്യൂനതകളും അടക്കം ചെയ്തിട്ടുള്ള ആ മനുഷ്യ പ്രകൃതം തെറ്റിന് വിധേയപ്പെട്ടു പോകുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരോധം പ്രവർത്തിച്ചു പോകുന്നു. അവർ അള്ളാഹുവോട് പശ്ചാത്തപിക്കുന്നു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പശ്ചാത്താപ വിവശരായിക്കൊണ്ട് അള്ളാഹുവോട് പാപമോചനത്തെ തേടുന്നു. അള്ളാഹു അവർക്ക് പാപമോചനം നൽകുന്നു. ശേഷം അവർ ഭൂമിയിലേക്ക് പോകുന്നു. അപ്പോ നേരെ ഭൂമിയിലേക്ക് അയക്കേണ്ട മനുഷ്യരെ മനുഷ്യ പ്രകൃതത്തിൽ അടക്കം ചെയ്തിട്ടുള്ള ആ ശക്തമായ ആ പ്രേരണയെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി സ്വർഗീയ ലോകത്തേക്ക് കൊണ്ടുപോവുകയും ശക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയപ്പെടുത്തുകയും മനുഷ്യ പ്രകൃതത്തെ പറ്റി കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പരീക്ഷണങ്ങളുടെ ലോകമായ ഭൂമിയിലേക്ക് അയക്കുന്നു. ഇവിടെ നമുക്കുള്ള തിരിച്ചറിവ്, അല്ലെങ്കിൽ നമുക്കുള്ള ആശയം എന്നുള്ളത് മനുഷ്യനാണ്. തെറ്റ് പറ്റുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് എന്നുള്ള ഏറ്റവും മനോഹരമായ അഭിപ്രായം അല്ലെങ്കിൽ കാഴ്ചപ്പാട് മനുഷ്യനെ പറ്റി ഇസ്ലാം പഠിപ്പിക്കുന്നു. തെറ്റുപറ്റും, മനുഷ്യന് തെറ്റുപറ്റുക എന്നുള്ളത് മനുഷ്യ പ്രകൃതത്തിൽ അടക്കം ചെയ്തിട്ടുള്ളതാണ് എന്നുള്ള ആശയത്തെ ഇസ്ലാം പഠിപ്പിക്കുന്നു. തെറ്റ് പറ്റിപ്പോകുമ്പോ ആ തെറ്റ് തിരിച്ചറിയുകയും അതിന് അള്ളാഹുവോട് പാപമോചനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആ തെറ്റിനുള്ള പരിഹാരമായി, പ്രതിക്രിയയായി ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന വിശ്വാസി ആ മനുഷ്യന്റെ ആ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളും എടുത്തുദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവോട് പാപമോചനത്തിന് കേണപേക്ഷിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ആ രൂപത്തിൽ എല്ലാം മറന്നുകൊണ്ട് അള്ളാഹുവോട് പാപമോചനം ചോദിക്കാൻ നമുക്ക് തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ രാത്രികൾ, നമ്മുടെ പകലുകൾ, നമ്മുടെ നമസ്കാര വേളകൾ, അതിന് ശേഷമുള്ള സമയങ്ങൾ, ഒഴിവ് സമയങ്ങളെല്ലാം നാം നിർവഹിച്ചു പോയിട്ടുള്ള തെറ്റുകളെ പറ്റിയുള്ള ആലോചനകൾ നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ടതുണ്ട്.
ഏറ്റവും ശക്തമായ അതിന്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ട ഏറ്റവും ശക്തമായ ഒരു കാര്യം, അള്ളാഹു എപ്രകാരം നമ്മോട് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മോട് അക്രമം പ്രവർത്തിച്ചവർക്ക്, നമ്മുടെ രക്തം ചീന്തിയവർക്ക്, നമ്മുടെ അഭിമാനത്തെ ഇല്ലായ്മ ചെയ്തവർക്ക്, നമ്മളെ അവഹേളിച്ചവർക്ക്, നമ്മെ ഇല്ലായ്മ ചെയ്തവർക്ക്, നമ്മുടെ സമ്പത്തിനെ അന്യായമായി ഭുജിച്ചവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു, അധികാരമുള്ളവൻ നടത്തുന്ന ഏറ്റവും ശക്തമായ കരുണ എന്ന് പറയുന്നത് അത് വിട്ടുവീഴ്ചയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. നിരുപാധികമായി അള്ളാഹു നമുക്ക് പുറത്തു തരണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അള്ളാഹു നമുക്ക് പുറത്തു തരണമെന്ന് ഒരു ഉപാധിയുമില്ലാതെ അള്ളാഹു മുഴുവൻ പാപങ്ങളും നമുക്ക് പുറത്തു തരണമെന്ന് നാം അതിയായി ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മോട് അക്രമം പ്രവർത്തിച്ചവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുവാൻ നാം തയ്യാറാകാതെയും വരുന്നു. കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവോട്, പരമകാരുണികനായ അള്ളാഹുവോട് ഞാനും നമ്മളും ചെയ്തിട്ടുള്ള തെറ്റിന്റെ പരിസരത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മോട് ഉപദ്രവം ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവോട് നാം കാണിച്ച വഞ്ചനക്ക് സമീകരിക്കുവാൻ സാധിക്കുന്ന വഞ്ചന ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കാണിച്ചതായി നാം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അള്ളാഹുവോട് നാം കാണിച്ചിട്ടുള്ള അഹങ്കാരത്തിനു ബദലായി ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് അഹങ്കാരം കാണിച്ചതായി നാം എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഒരിക്കലും സാധ്യമല്ല. അള്ളാഹുവോട് നാം കാണിക്കുന്ന വഞ്ചനകൾ, അള്ളാഹുവോട് നാം കാണിക്കുന്ന അക്രമങ്ങൾ, അള്ളാഹുവോട് നാം കാണിക്കുന്ന മുഴുവൻ അധാർമികതകളും അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച നൽകണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മോട് ജീവിതത്തിൽ സംഭവിച്ചു പോയ സ്ഖലിതങ്ങൾ നമുക്ക് ചുറ്റുമുള്ളവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മളുടെ പശ്ചാത്താപം, നമ്മളുടെ ഇസ്തിഗ്ഫാർ ഏറ്റവും ശക്തമായി, ഏറ്റവും ഗുണകരമായി നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുകയുള്ളൂ എന്നുള്ള പുനർവായന ആ വിഷയത്തിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. ആ രൂപത്തിൽ കൃത്യമായി ഇസ്ലാമിനെ സ്പർശിച്ചുകൊണ്ട്, ഇസ്ലാമിക ആശയങ്ങളെ വായനക്ക് വിധേയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ റമദാൻ മാസത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രത്തിൽ പറയപ്പെടുന്ന ഏറ്റവും ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. ഷുഐബ് നബിയുടെ ആശയങ്ങളോട് അങ്ങേയറ്റം വിരുദ്ധതയുണ്ടായിരുന്ന സമൂഹമായിരുന്നു മദിയൻകാർ. സാമ്പത്തിക അച്ചടക്കമില്ലാത്തവരും അകാരണമായി മനുഷ്യന്റെ ധനം ഭുജിക്കുകയും ചെയ്യുന്ന സാമൂഹിക വിപത്ത് നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു ഇടത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രബോധനം നടത്തുന്നു. നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവണത, സാമ്പത്തികമായിട്ടുള്ള മറ്റുള്ളവരുടെ സമ്പത്തിനെ അന്യായമായി ഭുജിക്കുക എന്നുള്ള ഏറ്റവും ഗൗരവകരമായ ഈ തെറ്റിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോശം പ്രവണതയാണ് എന്ന് ശക്തമായ ഭാഷയിൽ അവരെ മാന്യമായി ഉപദേശിക്കുന്ന ഷുഐബ് നബിയെ പരിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഷുഐബ് നബിയുടെ വർത്തമാനങ്ങൾക്ക് ശേഷം തന്റെ പ്രബോധിതരായിട്ടുള്ള ആ സമൂഹം ഷുഐബ് നബിയോട് തിരിച്ചു പറയുന്ന ഒരു വർത്തമാനം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് നിന്നെ ഇതിന് പ്രേരിപ്പിക്കുന്നത് ഷുഐബ്? ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുവാൻ, ഞങ്ങളുടെ സമ്പാദ്യത്തെ ഏത് വിധേന ചെലവഴിക്കണമെന്ന്, ഇന്ന കാര്യങ്ങൾക്കൊന്നും ചെലവഴിക്കരുത്, ഇന്ന കാര്യങ്ങൾക്ക് മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ എന്നെല്ലാം ഞങ്ങളോട് തിട്ടൂരം പറയാൻ, അല്ലെങ്കിൽ ഞങ്ങളെ അതിനു വേണ്ടി പ്രേരിപ്പിക്കാൻ നീ എന്തിനാണ് ഇങ്ങനെ പരിശ്രമിക്കുന്നത്? നിന്റെ ഈ നമസ്കാരമാണോ അതിന് നിന്നെ പ്രേരിപ്പിക്കുന്നത്? എന്നെല്ലാം പറഞ്ഞ് ഷുഐബ് നബിയുടെ ആ ആശയത്തെ അവർ വിമർശിക്കുന്നുണ്ട്. അതെല്ലാം പറഞ്ഞതിന് ശേഷം അവർ 2 വിശേഷണങ്ങൾ കൊണ്ട് ആ പ്രവാചകനെ വർണ്ണിക്കുന്നുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെയാണ് എങ്കിലും, ഞങ്ങളെ നീ ഉപദേശിക്കാറുണ്ട് എന്നൊക്കെ ഉള്ളത് സത്യമാണ് എങ്കിലും, ഇന്നക ലഅൻതൽ ഹലീമുർ റഷീദ്, കാര്യം ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഷുഐബേ, നീ അങ്ങേയറ്റം സഹനശീലനാണ് കേട്ടോ. നീ അങ്ങേയറ്റം സഹനശീലനാണ്.
നീ വിവേകശാലിയുമാണ്. നീ എത്ര സുന്ദരമായി കൊണ്ടാണ് നീ ഈ ആശയങ്ങളെല്ലാം ഞങ്ങളിലേക്ക് കൈമാറുന്നത്. നിന്റെ ആശയത്തോട് ഞങ്ങൾക്ക് വിമുഖതയുണ്ട് എങ്കിലും ഷുഐബ്, നീ എന്ന് പറയുന്ന മനുഷ്യനെ ഞങ്ങൾക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ്. അത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. ഈ ആശയത്തെ സ്വീകരിച്ചുകൊണ്ട്, ഈ ആദർശത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരെന്നുള്ള രൂപത്തിൽ എനിക്കും നമുക്ക് ഓരോരുത്തർക്കുമുള്ള വലിയ ഒരു ചോദ്യചിഹ്നമാണ് ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവശേഷിപ്പിച്ചു പോയിട്ടുള്ളത് എന്ന് ആത്മവിചാരണ നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മെ പറ്റി, നമ്മുടെ പ്രവർത്തനങ്ങളെ പറ്റി, നമ്മുടെ നിലപാടുകളെ പറ്റി, നമ്മുടെ സംസാരങ്ങളെ പറ്റി, നമ്മളുടെ ഇടപാടുകളെ പറ്റി എത്ര മനുഷ്യർക്ക് ഈ അഭിപ്രായം ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ ആദർശത്തെ നമ്മുടെ സ്വഭാവത്തിൽ നിഴലിക്കേണ്ടതുണ്ട്. നമ്മുടെ ആദർശത്തെ നമ്മുടെ നിലപാടുകളിൽ നിഴലിക്കേണ്ടതുണ്ട്. നമ്മുടെ സംസ്കാരത്തിൽ നിഴലിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ സജീവമായി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ധികളിലും കൃത്യമായി ഇടപെട്ടു പോകേണ്ടതുണ്ട്. ആ രൂപത്തിലുള്ള സജീവമായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള ഒരു പരിവർത്തനമാണ് പരിശുദ്ധ റമദാൻ ഓരോ മനുഷ്യനിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതിനെയാണ് ചുരുക്കത്തിൽ ഇസ്ലാം പരിചയപ്പെടുത്തിയത് ലഅല്ലക്കും തത്തഖൂൻ. അങ്ങേയറ്റം സൂക്ഷ്മതയുള്ളവരായി പരിവർത്തിപ്പിക്കപ്പെടാൻ, മാറിപ്പോകാൻ ഒരു പക്ഷേ നിങ്ങളുടെ നോമ്പ് നിങ്ങളെ സഹായിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഈ ആശയം മുഴുവൻ ആവാഹിച്ചിട്ടുള്ള ആ പ്രയോഗം കൊണ്ടാണ് എന്ന് കൃത്യമായി ആത്മവിചാരണ നടത്താൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അരുകുമൂലകളും മനുഷ്യരോടുള്ള ബന്ധങ്ങൾ, മറ്റു അമലുസ്വാലിഹാത്തുകൾ പരമാവധി മുന്നേറുവാൻ ഈ റമദാനിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായി പശ്ചാത്താപ വിവശരായിക്കൊണ്ട് അള്ളാഹുവിന് മുൻപിൽ ഇരു കൈകളും ഉയർത്തി ചെയ്തു പോയ അക്രമങ്ങളോട് മാപ്പിരക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ കടന്നു വരാനിരിക്കുന്ന ഏറ്റവും മനോഹരമായ ആ സുദിനങ്ങളെ ഏറ്റവും സജീവതയോടുകൂടി നിലനിർത്തുവാൻ നാം ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ഈ മാസത്തെ പൂർണ്ണമായി ജീവിപ്പിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെ പരിഗണിച്ചുകൊണ്ട്, വേദനിക്കുന്ന മനുഷ്യരോട് ഒട്ടി നിന്നുകൊണ്ട്, അവരുടെ പ്രയാസങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നേറുവാൻ, ഈ വിശ്വാസത്തെ കൃത്യമായി അടയാളപ്പെടുത്തി കൊണ്ടുപോകുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സച്ചരിതരായ ദാസരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധക്കെടുതികൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുണ്ട്. അള്ളാഹു അവർക്ക് സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ അക്രമങ്ങളിൽ നിന്നുമുള്ള പരിപൂർണമായ വിടുതൽ നൽകി അള്ളാഹു ഈ ലോകത്തെ രാജ്യങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപൂർണമായി ഈ റമദാനിനെ സജീവതയോടുകൂടി നിലനിർത്തുവാനും ഏറ്റവും സുന്ദരമായി റയ്യാൻ എന്ന കവാടത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടന്നുകൂടുവാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ അജ്ർ വാലിദിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.